അതിനുശേഷം ജി ആണെങ്കിൽ മിങ്ങിയും കൂട്ടി മൂൺലൈറ്റിലേക്ക് വരുമ്പോ അവിടെയുള്ള എല്ലാ ഫെയറീസും ചീപ്പോസായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് പോതിയാണ്. ഞാനിവിടെ എന്റെ മിങ്ങിയുടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഇവളെ ചേർത്ത് പിടിക്കുമ്പോ അത് മറ്റു പെണ്ണുങ്ങൾക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനോട് പിണങ്ങി പോവാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ നേരെ സാങ്ങിനെ കാണാനായിട്ട് വരാണ്. അപ്പൊ അവളാണെങ്കിൽ അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ജനറൽ സൂമിങ് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കും സമ്മാനങ്ങൾ നൽകാണ്. അപ്പൊ മിങ്ങി ആണെങ്കിൽ ഇവളോട് വന്ന് നീ ജനറൽ സൂമിങ്ങിനെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ശരിക്കും മാത്രമാണ് ചെയ്യുന്നത്. നീ എന്നോട് എന്താ ആ കാര്യം പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഇവളൊന്നും പറയുന്നില്ല. ഞാൻ വിവാഹിതയാവാൻ പോകുന്നത് കൊണ്ട് ഇനി മൂൺലൈറ്റിലേക്ക് എന്തായാലും വരാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് നിന്നവരല്ലേ, അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇവളെ പുകഴ്ത്തുന്നു. കാരണം സൂമിങ് നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്ന വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, അത് ഇവളുടെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ അവനെ കുറിച്ചുള്ള വർണ്ണനയും കാര്യങ്ങളൊക്കെ നടത്താണ്. അപ്പൊ സാങ് ആണെങ്കിൽ അതൊക്കെ കേട്ട് ചിരിച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കേട്ടോ, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മിങ്ങിയെ മൈൻഡ് ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത്. ഇവൾക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ഫീൽ ആവുന്നു, നല്ലതുപോലെയാണല്ലോ സാങ് ഇവളെ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ അവളെ തിരിയുമ്പോഴാണ് ജി ആണെങ്കിൽ ഇവളുടെ ബാക്കിലുള്ള ഒരു ചിത്രം കാണുന്നത്. അത് കാണുമ്പോൾ ഇവൻ എന്തോ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മിങ്ങി ആണെങ്കിൽ ഇവളോട് നിൽക്കാൻ പറഞ്ഞിട്ട്, അല്ല നീ ഡാൻസ് കളിക്കുന്നതിനിടയിൽ കൈമുട്ടിന് എന്തോ പരിക്ക് പറ്റിയിരുന്നില്ലേ, അത് വേദനിക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, താങ്ക്സ് മിങ്ങി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ അവിടുത്തെ ബാക്കി ഫെയറീസ് ഒക്കെ മിങ്ങിയോട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവള് സാങ്ങിന് കൈമുട്ടിനല്ല പരിക്കുണ്ടായിരുന്നത്, നടുവിനാണ്, ഇത് നമ്മുടെ സാങ് അല്ല എന്ന് പറയാണ്. അതേ കാര്യം തന്നെയാണ് അവളുടെ ശരീരത്തിലുള്ള ആ ഒരു ടാറ്റു പോലത്തെ സംഭവം കണ്ടിട്ട് ജിക്ക് മനസ്സിലായത്. ഇപ്പൊ ഇവരുടെ മുന്നിൽ വന്നിട്ട് പോയത് സാങ്ങിന്റെ ഒരു ഡമ്മി രൂപം മാത്രമാണ്, യഥാർത്ഥ വ്യക്തിയല്ല. അവളുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അടർത്തി മാറ്റിയ ഒരു ആത്മാവ് മാത്രമാണ് അത്. യഥാർത്ഥ വ്യക്തി ചെയ്യുന്നതും പറയുന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും, പക്ഷെ മറ്റൊരു വ്യക്തിയായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത്. സാങ്ങിന്റെ ആ ഒരു ഡമ്മി രൂപത്തെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് സൂമിങ് ആണ്. സോ അങ്ങനെ ഒരു രൂപം ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഡമ്മിയെയും യഥാർത്ഥ ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനായില്ലെങ്കിൽ ആ വ്യക്തി 15 ദിവസത്തിനുള്ളിൽ മരണപ്പെടും എന്ന കാര്യങ്ങളൊക്കെ ജിബോസായി പറയുമ്പോൾ അവിടെയുള്ള മറ്റു ഫെയർമാരും മിങ്ങിയൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവളൊരു പാവാണെന്ന് എനിക്ക് അറിയാലോ, അതുകൊണ്ട് അവളെ നമുക്ക് എന്തായാലും സഹായിക്കണം എന്ന് പറയാണ്. എല്ലാവർക്കും അവളോട് പ്രത്യേക ഒരു പ്രീതിയാണ്. കാരണം ഈ മിങ്ങിയും അവളും തമ്മിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് സ്ഥാനത്തേക്ക് എത്തിയത് തന്നെ ഈ ഒരു മൂൺലൈറ്റിൽ ഇവളെ വരുന്ന സമയത്ത് ഇവളൊരു യഥാർത്ഥ നർത്തകി ആയിരുന്നില്ലല്ലോ. ഇവൾക്ക് ഡാൻസിന്റെ ABCD അറിയില്ല, അതുകൊണ്ട് തന്നെ ഇവളെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തെറ്റിക്കുന്ന സമയത്ത് ഫൂയി ആണെങ്കിൽ ഇവൾക്ക് നല്ല പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ഇവൾക്ക് ഹെൽപ്പ് ആയിട്ട് എത്തി ഇവളെ വാദിച്ച് ഇവളെ പണിഷ്മെന്റിൽ നിന്നൊക്കെ രക്ഷിച്ച് അതുമാത്രമല്ല സാങ്ങും ഇവൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ഒക്കെ സ്വീകരിച്ച് അങ്ങനെ ഒരു റിലേഷൻ ആയിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല സാങ് ആണെങ്കിൽ ഈ മിങ്ങി ഫസ്റ്റ് ആണല്ലോ മൂൺലൈറ്റിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് കിട്ടുന്ന ടിപ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇവൾക്കുള്ള ഓർണമെന്റ്സ് ആയാലും മേക്കപ്പ് ഐറ്റംസ് ആയാലും ഒക്കെ തന്നെ വാങ്ങിച്ചെടുക്കുന്നത്, അവൾ ഫുഡ് പോലും കഴിക്കാതെ. സോ അത്തരം ഒരു സഹായങ്ങളൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ജീവിച്ച വ്യക്തികളാണ് ഇവര്, കുറച്ച് നാളുകളാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ സാങ്ങിനെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ മിങ്ങി അത് ഭയങ്കര വിഷമത്തിലാക്കിയിരിക്കുകയാണ്. ഇവളുടെ ആ ഒരു വിഷമം കാണുമ്പോൾ ജിയെയും ഇപ്പോൾ അത് നല്ലതുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നത്തിൽ ഇവളെ ഇപ്പോൾ സഹായിക്കാൻ ജി അല്ലാതെ മറ്റാരുമില്ല. സോ ഇവനോട് തന്നെ ആ ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ജി ഇവളോട് നമ്മൾ നേരിടാൻ പോകുന്നത് ഫോക്സ് വംശത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണോടാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുന്നേ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയോട്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ചിലപ്പോൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല, അതൊക്കെ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് എന്ത് തന്നെ വന്നാലും ഇവൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് ഹാപ്പി ആയിട്ട് ഇവനോട് താങ്ക്സ് പറഞ്ഞാൽ ഞാൻ എന്തിനും റെഡിയാണ് എന്ന നിലയിൽ നിൽക്കാണ്. അപ്പൊ ഇവളുടെ ആത്മാർത്ഥത കണ്ട് ഇവൻ ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അതിന് ഇത്രയും സാക്രിഫൈസ് ചെയ്യണോ, നീ അതിന് അത്രയും മൂല്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ അത്രയും വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് സൂമിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഇവന്റെ ആ ഒരു താമസ സ്ഥലത്തേക്കാണ്. ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം സൂമിങ്ങിനെ കാണുക എന്നുള്ളതല്ല, സാങ്ങിനെ കാണുക എന്നുള്ളതാണ്. ഇവരങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവനും എന്റെ വൈഫിന് പാസ്റ്റിലുള്ള ഒരു വ്യക്തിയും കാണാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ജീബോസായി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെ റിജക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാണ് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോ ഇവള് ജനറൽ ഞാൻ അവളുടെ കാര്യം ഓർത്ത് ഒരുപാട് വറീഡ് ആവുന്നു, എന്തിനാണെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോ എനിക്ക് അവളെ നേരിട്ടൊന്ന് കണ്ടാല് സമാധാനാവും എന്ന് പറയുമ്പോൾ ഇവനും ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന് ദൂരെ നിർത്തി അവളുടെ ആ ഒരു ഡമ്മി രൂപത്തെ കാണിക്കാണ്. മിങ്ങിയാണെങ്കിൽ പെട്ടെന്ന് സാങ് ഞാൻ ആ മിങ്ങി എന്ന് പറയുമ്പോൾ ആ ഡമ്മി ഞാനിപ്പോ വിസിറ്റേഴ്സിനെ കാണുന്ന സമയമല്ല എന്ന് പറയാണ്. അപ്പൊ ഇവള് വീണ്ടും എടേ ഇത് ഞാനാ ശരിക്കും മിങ്ങിയാ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്കാണെങ്കിൽ ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ഒഴിവാക്കുന്നത്. ശരിക്കും ഇവരെ ഒഴിവാക്കുക എന്നുള്ളത് സൂമിങ്ങിന്റെ ആവശ്യമാണ്. അപ്പൊ ഇവളാണെങ്കിൽ സാങ്ങിന്റെ അടുത്തേക്ക് നേരിട്ട് പോകാനായിട്ട് തുടങ്ങാണ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ജി ആണെങ്കിൽ മിങ്ങി നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെയാണ് അഭിനയിക്കുന്നത്. ഇവർക്കറിയാം അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ഡമ്മിയാണ് എന്ന കാര്യങ്ങളൊക്കെ, പക്ഷെ ഇവനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ മിങ്ങി അവൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നത് കണ്ടില്ലേ, എന്നോട് എന്തോ ദേഷ്യത്തിലാണോ തോന്നുന്നു, അതാ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ജി അവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ കാണും, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ സൂമിങ് എന്റെ വൈഫ് പാസ്റ്റിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, നിങ്ങൾക്ക് അവരെ കാണണമെന്ന് പറഞ്ഞു, ഞാൻ അതിന് അനുവദിച്ചു, പക്ഷെ അവളായിട്ട് വേണ്ടാന്ന് പറഞ്ഞാല് എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ വീണ്ടും കിടന്ന് വാശ പിടിക്കുമ്പോൾ ജി സൂമിങ്ങിനോട് പ്രഫു ഇവൾക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടായിരിക്കും,
അതുകൊണ്ട് ഇങ്ങനെ വാശി കാണിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവളും അതെ അതെ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സൂമിങ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഒരുക്കാണ്. എന്നിട്ട് ഇവരോട് ഇതൊക്കെ കഴിച്ചിട്ട് ദയവായി പോയാലും എന്ന് പറയുമ്പോൾ ഇവരും ഇവനോട് താങ്ക്സ് പറയുന്നു ഇവന്റെ ആ ഒരു സർവീസിന്. എന്നിട്ട് ജി തന്നെ ഇവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നൽകാണ്. അപ്പോഴും ഇവനാണെങ്കിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ എടുത്ത് കഴിക്കുന്നില്ല. ഇവൾക്ക് മാത്രമാണ് അതെടുത്ത് കൊടുക്കുന്നത്. ഇവൾക്കാണെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നെ കൊണ്ട് മാത്രം ഇതെല്ലാം ഒറ്റയ്ക്ക് കഴിപ്പിക്കുന്നോടോ എന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. ഇവൾക്ക് വേറെ നിവൃത്തിയില്ലാതെ അതൊക്കെ കഴിക്കേണ്ടി വരികയാണ്. തൊട്ട് മുന്നിൽ തന്നെയാണല്ലോ സോമിങ്ങ ഇരിക്കുന്നത്. ഇവളാണെങ്കിൽ ജിബോസയുടെ കഴിപ്പീര് കണ്ട് ഇങ്ങനെ ഊട്ടരുത് എന്ന് പറയുന്നു. കാരണം ഇവൻ കൊടുക്കുന്നതെല്ലാം ഇവള് വായിൽ ഒതുക്കി ഒതുക്കി വെക്കാണ്. പക്ഷെ ഇവനാണെങ്കിൽ വീണ്ടും തകർത്ത് അഭിനയിച്ച് ഭയങ്കര സ്നേഹത്തില് കൊടുത്തുകൊണ്ടേയിരിക്കാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സൂമിങ്ങിന്റെ കണ്ണുപിടിച്ച് ഇവനാണെങ്കിൽ ഇവന്റെ പവർ യൂസ് ചെയ്ത് ആ ഒരു കൊട്ടാരത്തിന്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഒരു തീ ഉണ്ടാക്കുകയാണ്. സൂമിങ് നോക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് തീ പടർന്നു പിടിക്കുകയാണ്. ഇവരും ഒന്നും അറിയാത്ത പോലെ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂമിങ് ഉടനെ തന്നെ അത് നോക്കാനായിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നു. അവൻ പോയി ഉടനെ തന്നെ ഇവള് ആ ഫുഡ് എല്ലാം തന്നെ തുപ്പിക്കളയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ അതേ രൂപമുള്ള, അതായത് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് സൂമിങ് സാങ്ങിന്റെ ദേഹത്ത് നിന്ന് ഒരു ഡമ്മി ഉണ്ടാക്കിയിരുന്നല്ലോ, അതുപോലെയല്ല കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നിക്കുന്ന വിധം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരുടെ യഥാർത്ഥ ശരീരം കൊണ്ട് നേരെ വരുന്നത് ഈ ഒരു ഡമ്മിയുടെ അടുത്തേക്കാണ്. അപ്പോഴെല്ലാം തന്നെ ഈ ഡമ്മി ആണെങ്കിൽ ഒരു റോബോട്ടിനെ പോലെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. ഇവര് ചെന്നിട്ട് അവളെ വിളിക്കുമ്പോഴും ആ ഒരു ഡമ്മിക്ക് ഒരു പ്രതികരണവും ഇല്ല. കാരണം അതിന്റെ യഥാർത്ഥ ആത്മാവിൽ നിന്ന് ഒരുപാട് സമയമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ബോധമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവൻ ഇവളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവളുടെ രൂപവും ശരീരവും മാത്രമേ സൂമിങ് ഈ ഒരു ഡമ്മിക്ക് നൽകിയിട്ടുള്ളൂ. യഥാർത്ഥ വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ അതിന് നിനക്ക് ഒരു അവസരം ഉണ്ടാക്കി തരാം, പക്ഷെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവും. ചിലപ്പോൾ 1-2 വാക്കില് സമയം അവസാനിക്കും. സൂമിങ് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് ആകണം. സാങ്ങിനോട് സംസാരിക്കാൻ മാത്രമേ സാധിക്കൂ. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ നമുക്കിപ്പോൾ ആവില്ല. ആ സൂമിങ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുന്ന ഓർമ്മ ഏതാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ലോകത്ത് പോയിട്ട് സാങ്ങിനെ രക്ഷപ്പെടുത്താനാകൂ എന്ന് പറയുമ്പോൾ ഇവളും ചുരുങ്ങിയ സമയം മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞിട്ട് ഇവൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വിലയിലേക്ക് ഇവളും പോവാണ്. ഇവിടെയുള്ള ആ ഒരു ഡമ്മി ആണെങ്കിൽ അപ്പോൾ ബോധം പോയി വീഴുന്നു. കാരണം അതിന്റെ ആ ഒരു ഇത് ഉപയോഗിച്ചാണ് ഇവൻ ആ ഒരു യഥാർത്ഥ വ്യക്തിയിലേക്ക് അവളെ എത്തിച്ചേക്കുന്നത്. സോ ഇവളും ഇപ്പോൾ ഒരു വനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇവളാണെങ്കിൽ സാങ്ങിനെ കാണുന്നു. അവളൊരു വിവാഹ വസ്ത്രത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അവർ തമ്മിലുള്ള വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ സാങ്ങിന്റെ അടുത്തേക്ക് അവളെ രക്ഷപ്പെടുത്താനായിട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഇവളെ കൊണ്ട് ആകുന്നില്ല. കാരണം അവിടെ വലിയൊരു എന്തോ പവർഫുൾ ആയിട്ടുള്ള ഒരു വാൽവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ സാങ് ആണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ ശബ്ദം കേട്ട് എഴുന്നേൽക്കാണ്. എന്നാൽ ഇവളെ കാണാനാവുന്നുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ സംസാരങ്ങൾ കൊണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇവളുടെ കാലൊക്കെ ഫുൾ ആണെങ്കിൽ അവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. സോ ഇവളും പേടിച്ച് മിങ്ങി എനിക്ക് നിന്നെ കാണാനാവുന്നില്ല, എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും സാങ് സൂമിങ് നിന്നെ ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ ആത്മാവിനെ യൂസ് ചെയ്ത് അവനൊരു മായാജാലം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാൻ മാത്രമേ സാധിക്കൂ. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനാവില്ല. ഫോക്സ് വംശജരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ എനിക്ക് അവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മായാലോകത്ത് എത്തി അത് തകർക്കാനാകൂ. അതുകൊണ്ട് നീ പെട്ടെന്ന് പറ, സൂമിങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മ ഏതാണ്, നിനക്കറിയോ? നിങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറ എന്ന് പറയുമ്പോൾ ഇവളും മൂൺലൈറ്റിൽ വെച്ചിട്ട് സൂമിങ്ങിനെ ആദ്യം കണ്ട ദിവസവും പുള്ളി എന്നെ വിടുന്നേ ഉണ്ടായിരുന്നില്ല. എന്റെ മുഖത്തുനിന്ന് പോലും കണ്ടെടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരിൽ നിന്നും ഒരു വ്യത്യസ്തത എനിക്ക് പുള്ളിയിൽ തോന്നിയതാണ്. നിനക്കറിയാലോ, ഒരു പെൺകുട്ടിയുടെ പുരുഷ സങ്കല്പം പോലെ എല്ലാ ഗുണങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല നല്ല പദവിയിൽ ഇരിക്കുന്ന റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ എന്റെ യഥാർത്ഥ സോൾമേറ്റിനെ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയെ കണ്ടു എന്നാണ്. പക്ഷെ ഞാൻ അവനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അവനൊരു സാധാരണ വ്യക്തിയെ പോലെ ആയിരുന്നില്ല. അവന് ഭ്രാന്താണ്. ആ ഫോക്സ് വംശത്തിന്റെ വിവാഹ ചടങ്ങുകൾ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും വിടാതെ 20 തവണയെങ്കിലും ഞാനത് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അവനോടൊപ്പം മ്യൂസിക് ആവർത്തിച്ച് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കായിരുന്നു. എന്റെ വിരൽ വേദനിച്ച് പൊട്ടുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്കൊരു പേര് നൽകി, ഷിൻലു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവള് ശരി സൂമിങ്ങിന്റെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഓർമ്മ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. അയാള് ആ മുൻ കാമുകിയോടൊപ്പം ചെയ്തതൊക്കെ ആയിരിക്കും എന്നോടൊപ്പം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ മിങ്ങി ശരി നിനക്ക് നീ എങ്ങനെയാ ഈ ട്രാപ്പിൽ എത്തിപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അവനോട്ടുള്ള വിവാഹം കഴിഞ്ഞ് മൂൺലൈറ്റിൽ വന്ന് എല്ലാരെയും കാണാനായിട്ട് ഇരിക്കായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് സൂമിങ്ങിനെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആക്കി. അതുകൊണ്ട് തന്നെ ഞാനും പിന്നെ അവനെ സമാധാനിപ്പിക്കാനായിട്ട് കുറച്ച് വൈനൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ സൂമിങ് ആണെങ്കിൽ ആ വൈനൊക്കെ കുടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞത്, നീ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന ഏക വ്യക്തി നീ മാത്രമായിരിക്കും. അത് പറഞ്ഞിട്ട് അവൻ എന്നെ കിസ് ചെയ്യാൻ ശ്രമിച്ചു, അതും ഷിൻലു എന്ന പേര് വിളിച്ചിട്ട്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവൻ വന്നിട്ട് ഇവരുടെ വിവാഹ ചടങ്ങുകൾ വീണ്ടും നടത്താനായിട്ട് പറയാണ്. സോ ഇവളെ തനിക്ക് ഇനിയും ആ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന സമയത്താണ് ഇവനാണെങ്കിൽ അവളെ അബോധാവസ്ഥയിലാക്കി ഇവൾക്ക് ബോധം പോയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ, ഇവളുടെ ശരീരത്തിൽ നിന്ന് അവളുടെ ഒരു ഡമ്മി രൂപത്തെ ക്രിയേറ്റ് ചെയ്തതൊക്കെ. അപ്പൊ മിങ്ങിയാണെങ്കിൽ അത് കേട്ടിട്ട് അല്ല നീ എങ്ങനെയാ അപ്പൊ ഈ കാട്ടിൽ വന്ന് വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് കാടോ, ഏത് കാട് എന്ന് ചോദിക്കാണ്. അതായത് ഇവള് ഇപ്പോൾ ശരിക്കും ഉള്ളത് ആ ഒരു സൂമിങ്ങിന്റെ വീട്ടിലുള്ള ഒരു റൂമിൽ തന്നെയാണ്. പക്ഷെ മിങ്ങിക്ക് തോന്നുന്നത് ഇവളൊരു വനത്തിലാണ് എന്നാണ്. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മായാലോകത്ത് നിന്ന് സൂമിങ് ക്രിയേറ്റ് ചെയ്ത ഒരു മായാലോകത്താണല്ലോ ഇപ്പോ സാങ് പെട്ട് കിടക്കുന്നത്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മിങ്ങി നിനക്ക് നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് സ്ത്രീകളുടെ സൗണ്ട് കേൾക്കാണ്. കുറെ പെൺകുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ശബ്ദങ്ങള്. സോ അത് കേട്ടിട്ട് ഇവളെ മിങ്ങിയോട്, മിങ്ങി
ഞാൻ മാത്രമല്ല ഇവിടെ ട്രാപ്പായിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ എന്നെക്കാൾ മുന്നേ അയാൾ എന്നെ പോലെ ഒരുപാട് പേരോട് പ്രണയം നടിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. അവരെല്ലാവരും ഇപ്പൊ മരിച്ചിട്ടുണ്ടായിരിക്കും. ഞാനും അതുപോലെ ആവോ എന്ന് ചോദിച്ച് ഇവളുടെ കൈ നോക്കുന്ന സമയത്ത് ഇവളുടെ ആത്മാവാണെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന പോലെ ഇവൾക്ക് ഫീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഭയങ്കര വിഷമത്തില്. മിങ്ങി, എനിക്കിനി ഒരുപാട് സമയമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ എന്താ അവളോട് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ ആണെങ്കിൽ സൂമിങ് സാങ്ങിനെ നോക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് പുറത്തുനിന്ന് വിൻഡോസ് ഒക്കെ ക്ലോസ് ആയി കിടക്കുന്നതാണ് കാണുന്നത്. ഇവൻ പുറത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം അകത്ത് നിന്ന് ജിയും മനസ്സിലാക്കാണ്. സോ ഇവർക്ക് ഒരുപാട് സമയം മുന്നിലില്ല. സൂമിങ് നേരെ വന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു വാതിലുകൾ തുറക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണോ ഇവൻ മുന്നേ ആ ഒരു പ്രതിമയെ ഇരുത്തിയിട്ട് പോയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് അവിടെ ഉള്ളത്. അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. സോ എന്നിട്ട് ഇവൻ നേരെയാണെങ്കിൽ അവരെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കറക്റ്റ് അവരവിടെ ഉണ്ട്. സമയം തീർന്നത് കൊണ്ട് തന്നെ ഇവർ ഇവിടെ കറക്റ്റ് ആയിട്ട് എത്തിയതാണ്. ഇത്രയും നേരം ഇവർ ഇവിടെ ഇരുന്ന് ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കായിരുന്നു എന്ന രീതിയിലാണ് അവർ അഭിനയിച്ചോടെ ഇരിക്കുന്നത്. ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സൂമിങ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്വീകരണം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ ഈ മീലെല്ലാം ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇവന് കാര്യമായിട്ട് സംശയങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. സോ ഇവർക്കിപ്പോ മനസ്സിലായിരിക്കാണ് സാങ്ങിന് എന്തായാലും സോമിങ്ങിന്റെ ആ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മെമ്മറി ഏതാണ് എന്ന് അറിയില്ല എന്ന കാര്യം. പക്ഷെ ഒരു കാര്യം മനസ്സിലായല്ലോ, ഷിൻലു എന്ന ഒരു വ്യക്തിയുമായിട്ട് അവന് എന്തോ ഒരു ബന്ധം ഉണ്ട് എന്ന കാര്യം. പക്ഷെ ആ ഒരു പെൺകുട്ടി എന്തായിരുന്നു, അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു എന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. സോ ആ ഒരു പെൺകുട്ടിയുടെ പേര് മൂ ഷിൻലു എന്നാണ്. അതുകൊണ്ട് തന്നെ മൂ വംശത്തിൽപ്പെട്ടതാണ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ ആ ഒരു വ്യക്തി ആരാണ്, ആ വംശത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ അവിടെയുള്ള ജഡ്ജ്മെന്റ് ഹാളിലെ ഒരു ലൈബ്രറിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ആ ഒരു മൂ വംശത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ബുക്കും ഇവർക്ക് കിട്ടുന്നു. പക്ഷെ പെട്ടെന്ന് ഇവർക്ക് അങ്ങനെ അത് തുറക്കാൻ സാധിക്കില്ല. അത് ലോക്ക്ഡ് ആണ്. ജി ആണെങ്കിൽ ഇവന്റെ പവർ യൂസ് ചെയ്ത് അത് അൺലോക്ക് ചെയ്യാൻ പറ്റോ എന്ന് നോക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് അങ്ങോട്ടേക്ക് സിതു വരികയാണ്. അത് മനസ്സിലാക്കി ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ പിടിച്ച് പെട്ടെന്ന് തന്നെ ഇവനോട് അവിടെ ഒളിക്കാനായിട്ട് പറയുകയാണ്. ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇവളെ നിർബന്ധിച്ച് അവനെ അവിടെ ഒളിപ്പിച്ച് വെക്കാണ്. സിതു അങ്ങോട്ടേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വരുമ്പോഴാണ് ഇവളെ പെട്ടെന്ന് അവിടെ കാണുന്നത്. ഇവളും പെട്ടെന്ന് ഹായ് എന്ത് കോയിൻസിഡൻസ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് സിസ്റ്റർ നീ ഇവിടെ എന്താ ചെയ്യുന്നത്, എന്താ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവളെ വേറൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാലോ ചിബോസായിക്ക് ഒരുപാട് ആളുകളായിട്ട് പുറത്ത് ബന്ധമുള്ളതാ. അതുകൊണ്ട് പലരുമായിട്ടും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ABCD അറിയില്ല. ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ഞാൻ വരുത്താറുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ അറിഞ്ഞേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഈ ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇവിടുത്തെ ഇൻചാർജ് ആയ സ്ഥിതിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മിങ്ങി നീ ഇപ്പോഴും ജിബോസായിട്ട് കമ്പനി തുറന്നുകൊണ്ടോ പോവാണോ, അങ്ങനെയാണെങ്കിൽ നിന്നെക്കാത്ത് ഒരുപാട് വിപത്തുകൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ ജിബോസായി പറഞ്ഞിട്ടാണ് നീ ചെയ്യുന്നെങ്കിൽ അവൻ പറയുന്ന കാര്യം ഒന്നും അനുസരിക്കേണ്ട കാര്യം നിനക്കില്ല, അതിന്റെ ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ജി ആണെങ്കിൽ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇവളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഇവളെ കണ്ണു കാണിച്ച് അവൻ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഇവളും ഇവനെ സോപ്പിട്ട് ആ ഒരു ബുക്ക് തുറന്നു തരോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇനിയെങ്കിലും നീ എന്റെ മുന്നിൽ വെച്ച് ആ ജിബോസായിയുടെ പേര് മാത്രം പറയരുത് എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. ഇവനും അതൊക്കെ കേട്ട് കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. സിധുവും ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് വാങ്ങിയിട്ട് അതിന്റെ ആ ഒരു ലോക്ക് അഴിച്ചു കൊടുക്കുന്നു. ഇവൻ എങ്ങനെയാണ് അത് അഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇവന് ഒരു പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനൊരു സ്പിരിച്വൽ വെയിൻ ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിൽ പോലും നോർമൽ ആയിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ശക്തനായിട്ടുള്ള ഒരു പോരാളി ആകണമെങ്കിൽ അതിന് സ്പിരിച്വൽ വെയിൻ ആവശ്യമാണ്. ഇവരൊക്കെ ഒരു ദേവന്മാർ സങ്കല്പത്തിലാണല്ലോ ഉള്ളത്. സോ അത് മൈൻഡിൽ വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഇവനത് ഈസി ആയിട്ട് ലോക്ക് അഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇവളാണെങ്കിൽ ആ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു മൂ വംശത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ ഈ ബായിയുടെ ഡീറ്റെയിൽസ് കാണുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കി സിധു നീ ബായിയെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നോക്കിയതാ എന്ന് പറഞ്ഞിട്ട് ഇവള് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇവൾക്കാണെങ്കിൽ അയാളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് ഷിൻലോ. സൂമിങ് അവളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുകയാണ്. സോ അവര് വെറും കമിതാക്കൾ മാത്രമല്ല ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് ഇവൾക്ക് മനസ്സിലാവാണ്. അല്ല ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത് തന്നെയാണോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവൻ മിങ്ങി അങ്ങനെ ഒന്ന് പറയരുത്, പുറത്താരെങ്കിലും കേട്ടാല് നീ ജിങ്സിങ്ങിലുള്ള വ്യക്തിയല്ല എന്ന് കരുതും എന്ന് പറഞ്ഞ് അവരെ സംസാരിക്കുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല. പക്ഷെ രഹസ്യം പറഞ്ഞത് കാണുമ്പോൾ ഉടനെ തന്നെ ജി ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരാണ്. എന്തൊരു കോയിൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇവന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ ജീബോസായി അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്ന്. അതുകൊണ്ട് തന്നെ അല്ല ജീബോസായി നിങ്ങൾ ഒരുപാട് സമയം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജി ഞാൻ ഒളിച്ചൊന്നും ഇരിക്കാല്ലായിരുന്നു, ഞാൻ ഇവളോടൊപ്പം തന്നെയാ വന്നത്. അല്ല നീ ഇപ്പോ ഇവളെ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ, എന്താ നിനക്ക് ഇവളുടെ കുടുംബം ആവാൻ ആഗ്രഹമുണ്ടോ, എങ്കിലൊരു കാര്യം ചെയ്യ്, എങ്കിൽ പിന്നെ എന്നെ കൂടി അളിയാന്ന് വിളിച്ചേക്ക് എന്ന് പറയുന്നത് കേട്ട് ഇവന് നല്ല ദേഷ്യവും പുച്ഛമൊക്കെ വരികയാണ്. സോ ഇവൾക്ക് അറിയേണ്ട കാര്യമൊക്കെ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് അവിടെ തന്നെ തിരിച്ച് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് നൈസിന് മിങ്ങിയാണെങ്കിൽ ജിയെ അവിടെ നിന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ കൂട്ടിക്കൊണ്ട് പോവാണ്. അതിനുശേഷം സിധു ആണെങ്കിൽ ഇവന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഫോയി ആണെങ്കിൽ ഇവനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവൻ വരുമ്പോൾ ഗോൾഡൻ മില്ലറ്റ് കണ്ടെത്തുന്ന കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതൊന്നും നടപടിയാവും തോന്നില്ല, പുതിയ കാര്യങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ആ ജഡ്ജ്മെന്റ് ഹാളിലെ ലൈബ്രറിയിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഫുള്ള് ബുക്ക് വരുത്തി. പക്ഷെ ഒരു ഗ്രന്ഥത്തിൽ പോലും അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അതറിയായിരുന്നെങ്കിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ ബായിക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അത്രയ്ക്ക് പണി പിടിച്ച കാര്യമായിരിക്കും. സ്പിരിച്വൽ വെയിനില്ലാത്ത പക്ഷം ഞാൻ വേറെ യൂസ്ലെസ് തന്നെയാണ്. എനിക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാലും
ക്വീനിയൻ ടൂർണമെന്റിൽ പങ്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ഫീൽ ആവുമ്പോൾ ഇവനെ സമാധാനിപ്പിച്ച് അതങ്ങനെ കിട്ടാതിരിക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും കിട്ടും. എല്ലാരും പറയുന്നത് പോലെ അത് ചിലപ്പോൾ ജീബോസായുടെ കയ്യിലുണ്ടാവും. ജീബോസായിക്ക് എന്തായാലും ആ ബോയുലനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. ചിലപ്പോ അവരുടെ പിൻഗാമി ആവാനും സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇവർക്ക് അങ്ങനെ ചെന്ന് കയറി അത് എടുക്കാനോ ചോദിക്കാനോ ഒന്നും ആവില്ലല്ലോ. സോ ഇവളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിങ്ഷിയാനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് അതായത് ആ ഒരു ടൂർണമെന്റിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് മിങ്ഷിയാൻ നാട് വിട്ടത്. അവനൊരു സ്ത്രീ രൂപത്തിലേക്ക് മാറിയതും ശത്രുവായിട്ടുള്ള ജീബോസിന്റെ കൂടെയാണ് അവളിപ്പോൾ നിൽക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇവൻ പറയാതെ തന്നെ ഇവളെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഒരു ടൂർണമെന്റിൽ പരാജയപ്പെട്ടത് കൊണ്ട് നാട് വിട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അവിടെ ഫുൾ സ്പ്രെഡ് ആയിരിക്കുന്നത്. സോ ഇവളാണെങ്കിൽ ഇവൻ പറയാതെ മിങ്ങിയെ കുറിച്ച് അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഇവൻ ഭയങ്കരമായിട്ട് ഇവളോട് ദേഷ്യപ്പെടാണ്. ഞാൻ അവളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ല, നീ ദയവേത് അവളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവൻ ഫസ്റ്റ് ടൈം ആണ് ഇവളോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫീൽ ആയിട്ട് ശരി പ്രഭു, ഞാൻ നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് ഭയങ്കര ഫീൽ ആയിട്ട് ഇവനോട് പിണങ്ങി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവരാണെങ്കിൽ തിരിച്ചു ബുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇറുക്കി. എന്നിട്ട് അസീതുമായിട്ട് നിനക്ക് എന്താ ബന്ധം, നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ജലസായിട്ടാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇവള് ഇല്ല, എന്നെയും റുവോയെയും പുള്ളി നെതർബേസുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ, അതിന്റെ ഒരു നന്ദിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ എങ്കിപ്പിനെ എന്തിനാ അവൻ നിന്നെ ഇത്രയും എഫോർട്ട് ഇട്ട് വീണ്ടും സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഓരോ മുഴുവൻ ന്യായങ്ങൾ പറയുമ്പോൾ ഇവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തൊന്നും ഒരുപാട് അടുത്ത് ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ഇവളും ശരി എന്ന് പറയാണ്. അപ്പൊ ഇവൾ കണ്ടെത്തിയ കാര്യം ഇവനോട് പറയാണ്, ഷിൻലോ ആ ഒരു ഭാര്യയുടെ കസിനാണ്, സൂമിങ്ങിന്റെ മരിച്ചുപോയ ഭാര്യയാണ് എന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അയാളുടെ വൈഫിന്റെ ഓർമ്മകള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കോ സാങ്ങിനെ വിവാഹം കഴിച്ചത്. ആ വിവാഹാചാരങ്ങള് വീണ്ടും ചെയ്തതൊക്കെ ഇനി ആ ഒരു വിവാഹമായിരിക്കോ പുള്ളിയുടെ വിലപ്പെട്ട ഓർമ്മ എന്ന് ചോദിക്കുമ്പോൾ ജി അങ്ങനെയാണെങ്കിൽ നീ ആ മായാലോകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിവാഹം കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവള് പെട്ടെന്ന് ശരിയെന്ന് പറയുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വിവാഹ കാര്യം പറയുമ്പോൾ അത് ആരുടെ കൂടെ ചെയ്യും, എങ്ങനെ ആ ഒരു കാര്യങ്ങൾ ചെയ്യും, ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും തന്നെ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാനാവുന്നില്ല. അവിടെ ഫുൾ സ്റ്റോപ്പിലാണ് ചെറിയ നാണം കൊണ്ട്. അതിനുശേഷം ജി ആണെങ്കിൽ ബുഷിയോട് വന്ന കാര്യങ്ങൾ പറയാണ്. അപ്പൊ ഇവൻ എന്തായാലും നമുക്ക് ആ ഒരു വെഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആളെ എടുക്കാനാവില്ല, അത് റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ ജി ഇവനോട് എങ്കിലും ഒരു കാര്യം ചെയ്യാം, നീയും ഗ്രാനിയും കൂടെ സ്റ്റേജിലേക്ക് കയറിക്കോ എന്ന് പറയുമ്പോൾ ഇവൻ ശരി, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ സൂമിങ് വരോ, അതിനെന്തായാലും സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാസ്റ്ററും മിങ്ങിയും തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോ ജി ആണെങ്കിൽ അതിന് നിനക്ക് അവളെ ഇഷ്ടമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മിങ്ങി ഇതുവരെ പുറത്തുള്ള ഒരു വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവള് സ്പിരിച്വൽ പവറും ഇല്ലാത്ത വ്യക്തിയാ, അതുകൊണ്ട് തന്നെ ആ മായാലോകത്ത് വെച്ച് എന്തെങ്കിലും അബദ്ധം കാണിച്ചാലും അപ്പൊ തന്നെ നമുക്ക് അവളെ തട്ടിക്കളഞ്ഞേക്കാം, ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് മാസ്റ്റർ അവളെ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാസ്റ്റർ ഞാനൊരു പ്രത്യേക കാര്യം വാൺ ചെയ്തേക്കാം, ഇനി അവളെ അവിടെ ബലി കൊടുക്കേണ്ടി വന്നാലും മാസ്റ്റർ ഒരു കുറ്റബോധം കാണിക്കരുത്, അതിന് റെഡി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവന് ശരി എന്താന്ന് വെച്ചാൽ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഭൂഷ്യം എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് അവളോട് ചെന്ന് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇവനൊന്ന് പതറാണ്. അതൊരു ഫേക്ക് ആയിട്ടുള്ള മാരേജ് ആണ് എങ്കിൽ പോലും റിയൽ ആയിട്ട് തന്നെ ഇവർക്കത് ചെയ്തേ പറ്റൂ. സോ ഇവനാണെങ്കിൽ ഇപ്പോൾ അവളോട് യഥാർത്ഥ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വിവാഹത്തെ പറ്റി അവളോട് സംസാരിക്കാൻ. അതിനുശേഷം പിറ്റേന്ന് മിങ്ങിയാണെങ്കിൽ ഇവനെയും കൂട്ടി വീണ്ടും ആ ഒരു മൂൺലൈറ്റില് എന്തെങ്കിലും ക്ലോ കാര്യങ്ങളോ കിട്ടോ എന്ന് അറിയാൻ വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ ജി ആണെങ്കിൽ ഇവളോട് നിനക്ക് ശരിക്കും സാങ്ങിന്റെ കാര്യത്തിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തീർച്ചയായും അവളെ ലാസ്റ്റ് എന്നോട് പറഞ്ഞത് അവൾക്കിനി അധിക സമയം ഇല്ലെന്നാണ്, നിങ്ങളും പറഞ്ഞു 15 ദിവസത്തിൽ കൂടുതൽ അവൾ ജീവിച്ചിരിക്കില്ലെന്ന്, അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇനി ഒരുപാട് സമയമില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ എങ്ങനെയാണ് ഇവളോട് ആ ഒരു വെഡിങ്ങിന്റെ കാര്യം പറയേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ ബൂഷെ മാസ്റ്ററിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 27 ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് ഇവൻ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണം എന്ന കാര്യം ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്കും ഇവനോട് ആ ഒരു കാര്യം ചോദിക്കണം. സോ രണ്ടുപേരും നല്ല നെർവസ് ആവുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ആ ഒരു കാര്യം ചോദിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചോദിക്കാനായിട്ട് വരുന്നു. പക്ഷേ ജി ചോദിക്കുന്നതിന് മുന്നേ തന്നെ മിങ്ങിയാണെങ്കിൽ ഇവനോട് ഇവളെ വിവാഹം കഴിക്കാനായിട്ട് പറയാണ്. ഇവനത് കേട്ട് ഭയങ്കര സന്തോഷമാവുന്നു. ഇവൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി ഇവളെ പെട്ടെന്ന് ഇവന്റെ കയ്യിൽ പിടിച്ച് പ്രഫോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആവാം, അത് ഈസി ആയിരിക്കും, ആദ്യം നമുക്ക് ഒന്ന് വിവാഹം കഴിച്ച് അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോൾ ഇവനും ചാടിക്കേറി തന്നെ ഓക്കെ പറയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഓക്കെ പറയുന്നത് കേട്ട് ഇവൾക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. കാരണം മുന്നേ ഇവൾ ആ ഒരു വിവാഹ അഭ്യർത്ഥന വെച്ച സമയത്ത് ഇവന് സമ്മതം അല്ലാത്ത പോലെ ആണല്ലോ നിന്നത്. സോ ഇപ്പൊ ജി ആണെങ്കിൽ ഇവളോട് നമുക്ക് വിവാഹം കഴിച്ച് അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം, ആ ഒരു വിവാഹ ചടങ്ങിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഞാൻ സൂമിങ്ങിനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു കല്ലില് അത് രേഖപ്പെടുത്തണം. പക്ഷേ ഇത് ഫേക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരെയും കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കേണ്ട കാര്യമില്ല, നിന്റെ റെപ്യൂട്ടേഷന് ഒരു തരത്തിലുള്ള പ്രശ്നവും വരില്ല എന്ന് പറയുമ്പോൾ ഇവളുടെ യഥാർത്ഥ ആവശ്യം അതാണല്ലോ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവൾക്ക് അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവനോട് ശരി എങ്കിൽ പിന്നെ കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ എന്നെ സഹായിക്കുന്നു പറഞ്ഞല്ലോ, എനിക്ക് അത് മതി, ഇത് കഴിഞ്ഞ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കില്ല, നമുക്ക് സെപ്പറേറ്റ് ആയേക്കാം എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് നിരാശ ആകുന്നുണ്ടെങ്കിലും ഇവളോട് ഓക്കെ പറയാണ്. ആ ഒരു വിവാഹം കൊണ്ട് ഇവനുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല. ഇവനും ഇവളെ വിവാഹം കഴിക്കാൻ റെഡിയാവുന്നത് ആ ഒരു സൂമിങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ.
ആ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ ഇവളോട് പറയുന്നില്ല. പക്ഷെ ഫേക്ക് ആയിട്ടാണെങ്കിൽ പോലും അവളെ വിവാഹം കഴിച്ചിട്ട് അവരെ സെപ്പറേറ്റഡ് ആകും എന്ന് ആലോചിക്കുമ്പോൾ അത് ആലോചിച്ചിട്ട് ഇവൻ ഇപ്പോഴേ തന്നെ ഭയങ്കര ഡൗൺ ആയിരിക്കാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് സോമിങ്ങിന് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിരിക്കുകയാണ് ജി. പക്ഷെ ഇവനത് നേരെ ഇയാളെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഭയങ്കര ദേഷ്യത്തില് ഇവന്റെ മറ്റു രൂപങ്ങളാണ് ദേഷ്യത്തിലുള്ളത് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യത്തില് ആ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ വലിച്ചു കയറിയിട്ട് താഴേക്ക് എറിയാണ്. എന്നിട്ട് അവിടെ ഫുള്ള് കോലാഹലങ്ങൾ കാണിക്കാണ്. അവര് കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവര് വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലം ഇവന്റെ മുൻ വൈഫായിട്ടുള്ള ഷിൻലുവിനെ അടക്കം ചെയ്ത സ്ഥലമാണ്. അതാണ് ഇവനെ ഒരുപാട് വട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ബായി ആണെങ്കിൽ ഇവനോട് അതെന്റെ കസിനെ അടക്കം ചെയ്യിക്കുന്ന സ്ഥലം മാത്രമല്ല, നിങ്ങളുടെ പ്രണയം പൂവിട്ട സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. നിനക്ക് ആ വെഡിങ്ങിൽ പോകണമെങ്കിൽ നീ എന്തായാലും പോ, ഞാൻ തടയില്ല. പക്ഷെ നീ കെയർഫുൾ ആയിരിക്കണം. അവരുടെ വലയിൽ ചെന്ന് വീണേക്കരുത് എന്ന് പറയുമ്പോൾ ഇവനും ഞാൻ അത്ര യൂസ്ലെസ് ഒന്നും അല്ല എന്ന് പറയാണ്. പക്ഷെ അപ്പോഴേക്കും താഴെ ഈ മെങ്ങാണെങ്കിൽ ആ ബായിയുടെ സ്ഥലത്തേക്ക് അയാളെ കാണാനായിട്ട് വരികയാണ്. ആ ഒരു സമയമാണ് അവിടെ വലിച്ചുകീറി കളഞ്ഞ രീതിയിൽ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇവൻ കാണുന്നത്. ഇവനത് ഫുള്ള് കൂട്ടിച്ചേർത്ത് വെക്കുന്ന സമയത്ത് അത് ജിബോസായുടെ വെഡിങ് ലെറ്റർ ആണ് എന്ന് മനസ്സിലാക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു താറാവിനെ പോലെ കുടുങ്ങി അവിടെ നിന്ന് ഓടി പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ വിവാഹ ദിവസമാണ്. അതിനുള്ള എല്ലാ സെറ്റപ്പും ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ, അതായത് ഷിൻലുവിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോറസ്റ്റിലാണ്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഉള്ളത്. സോ ഇവളാണെങ്കിൽ ആ ഒരു വിവാഹത്തിൽ ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവനും വളരെയധികം അവളുടെ ആ ഒരു ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ വീഴാനായിട്ട് പോവാണ്. ഉടനെ തന്നെ ജി അവളെ താങ്ങി പിടിക്കുന്നു. പക്ഷെ ഇവളെ പിടിച്ചിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവളെ ഫസ്റ്റ് ഒരു തവണ കാണിച്ച ട്രിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവന്റെ കൈകളിലേക്ക് നേരെ വന്ന് വീണത്. അന്ന് നൈസിന് ഇവൻ താഴെ ഇട്ടിട്ട് പോയതാണല്ലോ. സോ ഇപ്പോഴും ഇവൻ അതുപോലെ ചെയ്യാൻ പോവാണോ എന്ന് വിചാരിച്ച് ഇവന്റെ ഷോൾഡറിൽ ഇറുക്കി പിടിക്കുകയാണ്. അത് ഇവനും മനസ്സിലാക്കി ചിരിക്കുന്നു. പക്ഷെ താഴെ ഇടുന്നില്ല, ജസ്റ്റ് പേടിപ്പിച്ചിട്ട് ഒന്ന് വിടാണ്. അപ്പോൾ ഇവളെ സൂമിങ് എന്തായാലും വരുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും എന്തായാലും വരും. ഈ വിവാഹം അവന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് അവൻ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ട്രാപ്പാണ് ഒരുക്കി വെച്ചേക്കുന്നതെന്ന് അറിയാൻ അവൻ തീർച്ചയായും ഇവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ക്രൗഡ് ഇളകി വരുന്നത് പോലെ ഇവർക്ക് ഫീൽ ആവുകയാണ്. ഇവരും സൂമിങ്ങിനെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടി വരുന്ന കൂട്ടം മറ്റാരുമല്ല, ഇവരുടെ ആ ഒരു അക്കാഡമിയിലെ ആളുകളാണ്. ഇവനെ അറിയാവുന്ന ഒരുപാട് പേര്. അത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടാണ്. എല്ലാവരും ജിബോസായുടെ വിവാഹമാണ് എന്നറിഞ്ഞ് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അവരും വന്നിട്ട് എന്തായാലും നിങ്ങൾ ഞങ്ങളെ അറിയിക്കാത്തത് മോശമായി പോയി ജിബോസായി എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ വാരിക്കൊരു ഗിഫ്റ്റ് ഏൽപ്പിക്കുകയാണ്. ഇവര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഒരു ലോഡ് മൂൺലൈറ്റിലെ ഫെയറിമാരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവര് വന്നിട്ട് ജിബോസായിയോട്, ജിബോസായി ഞങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മിങ്ങിയ കല്യാണം കഴിക്കാൻ പോവാണല്ലേ, എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം തന്നെ ഇവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ സാങ്ങിനെ അറിയാവുന്ന രണ്ട് ഫെയറിമാരുണ്ടല്ലോ, അവരാണെങ്കിൽ മിങ്ങിയോട് വന്ന്, എടേ ഇപ്പൊ നീ എന്തിനാ ഈ വിവാഹം കഴിക്കുന്നത്? സാങ്ങിനെ രക്ഷപ്പെടുത്തുന്നതിന് പകരം നീ വിവാഹം കഴിക്കാൻ പോവാണോ, അതോ ഇനി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണോ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. അല്ല നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജിയും അവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട്, എനിക്ക് ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ പറ്റാതെ പോയി, പക്ഷെ ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് അറിയിച്ചത് എന്ന് പറഞ്ഞ് മെങ്ങും യാനും എത്തുകയാണ്. അവരും എത്തിയിട്ടുണ്ട്. ഇവനാണല്ലോ അവരുടെ ആ ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കണ്ടത്. അതുകൊണ്ട് തന്നെ മൂൺലൈറ്റിലും അക്കാഡമിയിലും ഒക്കെ തന്നെ ആ ഒരു ന്യൂസ് വരുത്തിയത് ഇവനാണ്. ഇവര് രണ്ടുപേരും ജസ്റ്റ് ഈ ഒരു വിവാഹം നോർമലായിട്ട് ഫേക്ക് കാണിച്ച് സൂമിങ്ങിനെ ബോധിപ്പിച്ചിട്ട് ഇങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണല്ലോ ആഗ്രഹിച്ചത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരും മൊത്തം അറിഞ്ഞ് ഫുള്ള് ഇവരുടെ പ്ലാൻ തകിടും അറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വിവാഹകാര്യം അറിഞ്ഞത് ഇവരെ മാത്രമല്ല താൻജിയും അറിഞ്ഞിട്ടുണ്ട്. അവളും അങ്ങോട്ടേക്ക് വരാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും പ്രത്യേകം വിളിച്ചോണ്ട് മാറ്റി നിർത്തി. മെങ്ങി ഈ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയില്ലായിരുന്നു. എന്റെ അച്ഛൻ വയ്യാത്ത അവസ്ഥയിലാണുള്ളത്. ഞാൻ പറയുന്നതൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വിവാഹം നീ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ജി, എന്റെ വിവാഹം എന്റെ പേഴ്സണൽ കാര്യമാണ്, അതിന് നീ നിങ്ങളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അടിച്ചമർത്താനും എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര വിദ്വേഷത്തിൽ സംസാരിക്കുമ്പോൾ മിങ്ങിയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട്, രാജകുമാരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ജിബോസായെ സ്നേഹിക്കുന്നില്ല, ജസ്റ്റ് ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ. അത് വിവാഹം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തേണ്ടതായിട്ടൊന്നുമില്ല. എന്തായാലും ഞങ്ങള് നിങ്ങൾക്ക് എതിരായിട്ടുള്ള വ്യക്തികളല്ല. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് ആകുന്ന വിധമുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. നമ്മളൊക്കെ ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്നവർ തന്നെയല്ലേ, പിന്നെ എന്തിനാ ഈ വാശിയും വിദ്വേഷമൊക്കെ എന്ന് ചോദിച്ച് ഇവളുടെ ആ ഒരു സപ്പോർട്ട് ചോദിക്കുമ്പോൾ ജി ആണെങ്കിൽ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവളെ വിവാഹം കഴിക്കും എന്ന് പറയുമ്പോൾ താൻജി, കഴിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിവാഹം നടത്താം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ രണ്ടുപേരും ഹൃദയങ്ങൾ തമ്മിൽ കൈമാറാൻ പാടില്ല, ദിവ്യത ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കണ്ടീഷൻ വെക്കുമ്പോൾ ഓൾറെഡി തന്നെ അത് പറഞ്ഞിട്ടാണല്ലോ ജി ഇവളെ വിവാഹം കഴിക്കുന്നത്. സോ ജിയും താൻജിയോട് പിന്നെന്താ അതുപോലെ തന്നെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ പറയാണ്. പക്ഷെ ഇവളുടെ പ്ലാൻ വീണ്ടും അവിടെ കൊളാവുകയാണല്ലോ. ഇവൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാനേ ആവുന്നില്ല. അപ്പോൾ ഇവിടെ സിധു ആണെങ്കിൽ മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ഡ്രസ്സ് കാണുന്ന സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടാണ്. അത് മെങ്ങിക്ക് കൊടുത്താൽ അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് ആ ഒരു സ്റ്റാഫിനോട് ചോദിക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഇവനോട്, അല്ല പ്രഫോ, ഇത് നിങ്ങൾ ജിബോസായുടെ വിവാഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, ജിബോസായുടെ വിവാഹോ ആരുമായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവരും അറിഞ്ഞില്ലേ മൂൺലൈറ്റിലെ ഫെയറി ആയിട്ടുള്ള മിങ്ങി ആയിട്ടാണ് എന്ന് പറയുന്നത് കേട്ട് ഇവൻ ഭയങ്കരമായിട്ട് ഷോക്കായി. അത് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ ഒരു വിവാഹ സ്ഥലം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവനും അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവരുടെ അടുത്തേക്ക് ഇവർ ആഗ്രഹിച്ച ആ ഒരു ഗസ്റ്റ് എത്തുകയാണ്. സൂമിങ്ങും ആ ഡമ്മി ആയിട്ടുള്ള സാങ്ങിന്റെ രൂപത്തെയും കൂട്ടിയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരും ആ ഒരു വിവാഹ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അവരെല്ലാരെയും സാക്ഷിയാക്കി ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. ഇവരെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ യഥാർത്ഥ ചടങ്ങുകളെ ബേസ് ചെയ്തിട്ടല്ല, ഈ ഫോക്സു വംശത്തിന്റെ ആ ഒരു ബേസ് ചെയ്തിട്ടാണ്.
പോവുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ടുള്ളവരോടെല്ലാം തന്നെ താങ്ക്സ് പറഞ്ഞ് എല്ലാവർക്കും കൂടെ ഇവിടെ സൽക്കാരം അറേഞ്ച് ചെയ്യാൻ എനിക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഞാൻ മൂൺലൈറ്റിൽ നടത്താൻ തീരുമാനിച്ചേക്കാണ്. നിങ്ങൾ എല്ലാവരും വിരുന്നിനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ജി തീർത്ത് കൊടുക്കുന്ന ഒരു വലയത്തിനുള്ളിലേക്ക് കയറി എല്ലാവരും ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവനെ വിഷയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ അവിടെ സൂമിങ്ങിനാണെങ്കിൽ ഈ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ഈ ഒരു വേഷങ്ങൾ കണ്ടിട്ടും ഒന്നും തന്നെ യാതൊരുവിധ കുലുക്കോ ഇല്ലാതെ നിൽക്കാണ്. അതുകൊണ്ട് തന്നെ മിങ്ങിയും ജിയോട് ഇനി ഇവന്റെ വിലപ്പെട്ട ഓർമ്മ ആ വിവാഹം ആയിരുന്നില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും ഇന്ന് ഇവർക്ക് സാങ്ങിനെ രക്ഷപ്പെടുത്തേ മതിയാകൂ. ഇതുപോലെ ഒരു ചാൻസ് വേറെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൂമിങ്ങും അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വിവാഹത്തിന് എത്തുന്നു പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ബോട്ടിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സൂമിങ് ജീബോസായി ഫോക്സ് വംശജരുടെ വിവാഹം ക്രിയേറ്റ് ചെയ്ത് എന്നെ നിങ്ങൾ കൊടുക്കാന്നാണ് വിചാരിച്ചത്. എന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഓർമ്മകളിലേക്ക് കടന്ന് അതുവഴി എന്നെ തീർത്ത് സാങ്ങിനെ രക്ഷപ്പെടുത്താനാണ് വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വിവാഹം ഇവന്റെ പ്രീഷ്യസ് മെമ്മറി അല്ല, ഇവരെ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന്. അതായത് ഇവൻ ഫൂയുടെ അടുത്ത് പോയതാണല്ലോ. അവളുടെ അടുത്ത് നിന്ന് തന്നെ ജീബോസായി ഈ ഫോക്സ് വംശജരെ കൊല്ലുന്നത് എങ്ങനെയാണ് എന്ന കാര്യം ചോദിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിരുന്നു. അവൾക്കറിയില്ലല്ലോ ജീബോസായി ചോദിച്ചത് ഇവന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കാര്യം ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ പ്രീഷ്യസ് മെമ്മറി ഏതാണ് എന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഈ ഒരു വിവാഹത്തിന്റെ കാര്യം മനഃപൂർവ്വം തന്നെ സാങ്ങിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് സാങ് ആണല്ലോ ഇവരോട് ആ ഒരു വിവാഹത്തിന്റെ ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവൻ വീണ്ടും ചെയ്യിപ്പിച്ചു എന്ന കാര്യം പറഞ്ഞത്. ഇവർക്ക് ജീബോസായുടെ ആത്മാവിലേക്ക് കയറി ആ ഒരു ഗോൾഡൻ മില്ലറ്റിന്റെ കാര്യം കണ്ടെത്തി അതിനുശേഷം അവനെ തട്ടിക്കളയുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. ആ ബായിയും ഇവന്റെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു വെഡിങ്ങിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ സൂമിങ്ങും ഇവരോട് ഇനി എന്റെ സമയമാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു രൂപം മാറിയിട്ട് ഫുള്ള് അവന്റെ ആ ഒരു ശക്തിയായി മാറി ഇവർക്ക് നേരെ വരെയാണ്. മിങ്ങിയാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവള് ഒറ്റപ്പെട്ട ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവളുടെ അടുത്ത് ജി ഉണ്ടായിരുന്നില്ല, ഇവള് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവള് ആ ഒരു ഫോറസ്റ്റ് കൊണ്ട് മുന്നേ സാങ്ങിനെയും ഇവിടെയാണല്ലോ കൊണ്ടിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെയും വിളിക്കുന്നു ജിയെയും വിളിക്കുന്നു. അവരെ രണ്ടുപേരെയും വിളിച്ച് ആ ഒരു ഫോറസ്റ്റ് ഫുള്ള് തപ്പാൻ തുടങ്ങാണ്. പക്ഷേ ജിയുടെ ബോഡി ആണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ജി യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇവന് നോക്കുമ്പോൾ അടുത്ത് മിങ്ങി ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് ദിശയിലാണ് പെട്ടിരിക്കുന്നത്. ജി നോക്കുമ്പോൾ തൊട്ട് മുന്നിലായിട്ട് ഇവന്റെ മാസ്റ്റർ ആണെങ്കിൽ ഒരു ശവശരീരം പോലെ പൊങ്ങിക്കിടക്കാണ്. ഇവനും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരാണെങ്കിൽ കണ്ണു തുറന്ന് ഇവനെ നോക്കാണ്. ഇവനും ഭയങ്കര സന്തോഷമായിട്ട് മാസ്റ്റർ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവര് നീ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നതാണല്ലേ. എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ നീ പറ, നീ ഇപ്പോഴും ഗോൾഡൻ മില്ലറ്റ് സൂക്ഷിക്കുന്നുണ്ടോ? അത് സേഫ് ആയിട്ട് തന്നെയാണോ ഉള്ളത്? അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? എനിക്ക് ഭയങ്കര അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിക്കുന്നത് കാണുമ്പോൾ ഇവന്റെ മൈൻഡ് മാറാണ്. മിങ്ങിയും ഇവനെ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്നത് ഇവന്റെ അവിടെയുള്ള ആ ഒരു ബോഡിയാണ്. ഇവളും അവന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിനകത്ത് ഇവർക്ക് കടക്കാനാവുന്നില്ല. അതായത് മുന്നേ സാങ്ങിനെ ഇങ്ങനെ ഒരു വലയത്തിലാണല്ലോ ഉണ്ടായിരുന്നത്. ഇവൾക്ക് കാണാൻ സാധിക്കും, പക്ഷെ അടുത്ത് പോകാനാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവനോടാണെങ്കിൽ ഇവർ വിടാതെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, സേഫ് ആണോ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എവിടെയാണ് എന്ന് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ ഇവനത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ദേഷ്യം വരാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് നീ കാരണമാണ് എന്ന് പറയുമ്പോൾ ഇവൻ മാസ്റ്റർ ഞാൻ ഗോൾഡൻ മില്ലറ്റ് റിവീൽ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വന്ന് ഞാൻ മരിച്ചത് നിന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്, എന്റെ അവസ്ഥ ഇങ്ങനെ ആയതിന് കാരണം നീ ഒറ്റൊരുത്തനാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവനെ പുഷ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പക്ഷെ ഇവനാണെങ്കിൽ അത് പറയാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവന്റെ മുന്നിലുള്ളത് ഇവന്റെ മാസ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് ഇവരെ വാളെടുത്ത് കുത്തുകയാണ്. ഇവന്റെ ശരിക്കുള്ള മാസ്റ്റർ ഒരിക്കലും ഇവനോട് ആ ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് ഇവനെ നന്നായിട്ട് അറിയാം. വീണ്ടും ഇവൻ ഇവരെ പരിക്ക് ഏൽപ്പിക്കുന്നു. പക്ഷെ ആ ഒരു ബോഡിക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം ഈ ബോയോലാന്റെ രൂപം ക്രിയേറ്റ് ചെയ്തത് സൂമിങ് ആണ്. അവൻ തന്നെയാണ് ഈ ഗോൾഡൻ മില്ലറ്റ് കണ്ടെത്താൻ ഈ ഒരു മാർഗം യൂസ് ചെയ്തത്. സോ ഇവനിപ്പോ ഇത് പറയാത്തത് കൊണ്ട് തന്നെ അവൻ പല രൂപങ്ങളിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഒരിക്കലും എന്റെ ഓർമ്മകളിലേക്ക് പ്രവേശിക്കാനാവില്ല. ഇവിടെ നടന്നതെല്ലാം ഫേക്കാണ്. വെറുതെ ഒരു വിവാഹം കഴിച്ച് മണ്ടനായിരിക്കുന്നത് നീ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇവനെ പരിഹസിച്ച് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയാണെങ്കിൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവനും ഇവന്റെ ആ ഒരു മൈൻഡിന്റെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിങ്ങിയാണെങ്കിൽ ഇവിടെ ആ ഒരു വലയത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ആകുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇവൾ ഒന്നും നോക്കുന്നില്ല. ഇതിൽ കൊഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ പവർ യൂസ് ചെയ്ത് ശക്തമായിട്ട് യൂസ് ചെയ്ത് ആ ഒരു വലയം ബ്രേക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവൾ പ്രവേശിക്കുന്നത് ആ ഒരു ബോഡിക്ക് അടുത്തല്ല, യഥാർത്ഥ ജിയുടെ അടുത്തേക്കാണ്. ആ ഒരു വലയത്തിനുള്ളിൽ മറ്റൊരു ലോകമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വലയത്തിനകത്തുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ജിയുടെ ആണെങ്കിൽ കൺട്രോൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് മൈൻഡിന്റെ. അതായത് സൂമിങ്ങിന്റെ പല രൂപങ്ങള് ഇവനോട് വന്ന് ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എവിടെയാണ് എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനും അവിടെ മിങ്ങിയെ കാണുന്നുണ്ട്. ഇവളും ഒന്നും തന്നെ നോക്കുന്നില്ല. നേരെ ഓടി ഇവന്റെ അടുത്തേക്ക് വരുമ്പോ പെട്ടെന്ന് അത് മറ്റാരോ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവനാണെങ്കിൽ ഇവളുടെ കഴുത്തിന് കത്തി വെക്കുന്നു. അപ്പൊ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവന്റെ മൈൻഡിന്റെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റും എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് സൂമിങ് ആണെങ്കിൽ സാങ്ങിനോട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിനക്ക് എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നീ മാത്രമായിരിക്കുമെന്ന്. അത് ഇവളെ ഓർത്തിട്ട് പെട്ടെന്ന് ജീബോസായോട് പറയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഇവനെ കിസ്സും ചെയ്യുന്നു. അതായത് അവിടെ സൂമിങ് ഉണ്ടല്ലോ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ അവന്റെ ഒരു വിലപ്പെട്ട ഓർമ്മകളിലേക്ക് പോവുകയാണ്. അവന്റെ വിലപ്പെട്ട ഓർമ്മകൾ ഏതാണെന്നൊക്കെ ഇവര് മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനി സൂമിങ്ങിന്റെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളിലേക്ക് കടക്കാണ്. അതായത് ഈ ഒരു പെൺകുട്ടിയാണ് ഷിൻലോ. ഇവളാണ് ഭായിയുടെ കസിൻ.
ഇവളാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതിൽ ഭയങ്കര വിദഗ്ധയാണ്. എന്നാൽ ഭായി ആണെങ്കിൽ അവളുടെ ആ ഒരു കഴിവ് മിസ്യൂസ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവളുടെ കഴിവ് കണ്ട് ഇയാളുടെ അടുത്ത് വരുന്ന ആളുകളെയൊക്കെ ഇവളെ കാണിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുമായിരുന്നു. എല്ലാവരും ഇവളുടെ മ്യൂസിക് കേൾക്കാൻ മാത്രമല്ല വരുന്നത്, ഇവളെ കുറിച്ചുള്ള വർണ്ണനകൾ നടത്താൻ കൂടിയാണ്. ഇയാളാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണ് പലരോടും ഇവളെ അടുക്കാനായിട്ടും സ്വാധീനിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു വിടുന്നത് അയാളുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇവൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളെ അനുസരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ഇവൾ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ വഴിയൊന്നും ഇല്ലാതെ നിവൃത്തിക്കിട്ടാണ് അയാൾക്ക് വേണ്ടി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് സൂമിങ് ഇവളെ കണ്ടുമുട്ടുന്നത്. ഇവന്റെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെടാണ്. പക്ഷെ അവളാണെങ്കിൽ ഇവനെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മൈൻഡ് ഇവിടെ ഒന്നും അല്ല. ബായിക്കും അത് മനസ്സിലാവാണ് സൂമിങ്ങിന് ഷിൻലുവിനോട് താല്പര്യമുണ്ട് എന്ന്. സോ അതിനുശേഷം അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂമിങ്ങിനെ കാണിക്കാനായിട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പൊ ഇവരുള്ളത്. ഇവളും ആ ഒരു ഷിൻലുവിനെ പോലെ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിബോസായി ആണെങ്കിൽ സൂമിങ് ആയിട്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവളുടെ കൈ ആണെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്ത് മുറിഞ്ഞിരിക്കുന്നത് കണ്ട് ഒരു കർച്ചീഫ് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് ഇവളുടെ അടുത്തേക്ക് എത്തുകയാണ്. അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോറി കാണാനായിട്ട് ഇവിടെ സൂമിങ്ങും വന്നിട്ടുണ്ട്. അവരതൊക്കെ കാണിക്കുന്ന സമയത്ത് നീയൊക്കെ മനസ്സിലാക്കിയല്ലേ, പക്ഷെ നീയൊക്കെ എന്താ ഇവിടെ കാണിക്കാൻ പോകുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരത്തിൽ നിൽക്കാണ്. അപ്പോൾ സൂമിങ് ആ ഒരു കർച്ചീഫ് ഇവൾക്ക് കൊടുത്തിട്ട് ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾ അതിനുവേണ്ടി ഇരുന്ന എഫോർട്ടിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഇവൾക്കും ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടാണ്. അതിനുശേഷം അവരുടെ ആ ഒരു ഇഷ്ടം നീണ്ടുപോയി അവർ വിവാഹം കഴിക്കുന്നു. അതും ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അതിനുശേഷം അവരുടെ ദാമ്പത്തിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സൂമിങ് ആണെങ്കിൽ സുഖമില്ലാതെ പുറത്തു പോയിട്ട് വരാണ്. ഇവനെ വലിയ സന്തോഷത്തിൽ സ്വീകരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇവന്റെ ഹൃദയത്തിലാണെങ്കിൽ എന്തോ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇപ്പൊ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവന്റെ ശരീരത്ത് മുറിവുകൾ വരാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്തിട്ടാ വരുന്നത് എന്നിവള് ഇവനോട് ചോദിക്കുമ്പോൾ ഇവളോട് പറയുന്നത്, ഷില്ലോ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് ഇനി നീ വംശത്തിൽപ്പെട്ട വ്യക്തിയല്ല, നിനക്ക് ഞാൻ ഒരുപാട് ഫ്രീഡം തരുന്നുണ്ട് എന്ന് മാത്രം പറയാണ്. പക്ഷെ അതിനുശേഷം ഇവന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഹൃദയത്തിൽ പറ്റിയിരിക്കുന്ന ആ ഒരു മുറിവിന്റെ ആഘാതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവള് തന്നെ ഇവനെ എന്തോ ഒരു മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവന്റെ മുറിവ് ഹീൽ ചെയ്യാൻ സാധിക്കുന്ന എന്തോ ഒരു മരുന്ന് അവളെ കണ്ടെത്തിയിട്ടാണ് ഇവന് വേണ്ടി അത് പ്രിപ്പയർ ആക്കിക്കൊണ്ട് വരുന്നത്. ഇവനും അത് കുടിക്കുന്നു. പക്ഷെ പിന്നീടാണ് ഇവന് മനസ്സിലാവുന്നത് ഇവളുടെ ബ്ലഡ് ആണ് ഇവനെ കുടിക്കാൻ കൊടുത്തത് എന്ന്. കാരണം അതായിരുന്നു ഈ രോഗത്തിനുള്ള ആ ഒരു മരുന്ന്. പക്ഷെ ഇവനാണെങ്കിൽ ഇവളുടെ ദേഹം മുറിച്ചത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഞാനല്ലാതെ ഇത് മറ്റാരാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഇവളുടെ ബ്ലഡ് യൂസ് ചെയ്ത് അവന്റെ ഒരു മുറിവ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഇവന്റെ അവസ്ഥ വളരെ മോശമായിട്ട് ഇവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. ഇവളെ വീണ്ടും ആ ഒരു മരുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കൊണ്ട്, കാരണം ഇവളെ തന്നെ കീറി മുറിച്ചിട്ടാണല്ലോ വേദനിപ്പിച്ചിട്ടാണല്ലോ ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. അത് ഇവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവനോട് ഇതല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്റെ മുന്നിൽ വരെ വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ട് അത് കുടിപ്പിക്കുന്നത്. അപ്പോൾ ഇവളോട് ഇത് നെതർ ബീസ്റ്റ് കാരണം ഉണ്ടായതാണ്, എനിക്ക് ഇപ്പൊ പോകാനുള്ള സമയമായി, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് ഇവളെ ദൂരേക്ക് തള്ളിവിടാണ്. ഇവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ശക്തികളും പുറത്തോട്ട് വരാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് ഇവളാണെങ്കിൽ ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇവന്റെ ഹൃദയത്തിലേക്ക് ആ ഒരു ശക്തിക്ക് നേരെ കുത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ ശരീരത്തിലുള്ള ആ ഒരു ശക്തിയാണെങ്കിൽ ഇവളുടെ ശരീരത്തിലേക്ക് കയറാണ്. ഇവളെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ജീവൻ എടുക്കുന്നതിന് പകരം അവന്റെ ശരീരത്തിലുള്ള ആ ഒരു മൊത്തം നെഗറ്റീവ് എനർജിയും ഇവളുടെ ശരീരത്തിലേക്ക് കയറി ഇവളുടെ ജീവൻ എടുക്കുകയാണ്. അതിലാണ് ഇവള് മരണപ്പെടുന്നത്. അവളുടെ ആ ഒരു മരണം ഇവന് താങ്ങാനേ ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവരുടെ ആ ഒരു പ്രണയം തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഇവളെ അടക്കം ചെയ്തതും. ലാസ്റ്റ് ആയിട്ട് ഇവനോട് പറയുന്നത്, നിനക്ക് എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും ഞാൻ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ് എന്നായിരുന്നു. അതായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചത്. ഇവര് അത് ക്രിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ ഇവരും ആ ഒരു ശവകുടീരമുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഷിൻലുവിന്റെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ആ ഒരു മായാലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ജി ആണെങ്കിൽ ഇവന്റെ മൈൻഡ് സ്റ്റേബിൾ ആവുന്ന സമയത്ത് ആദ്യം ഓർക്കുന്നത് ഇവളെ കണ്ട് ഇവളെ കിസ് ചെയ്ത ആ ഒരു കാര്യമാണ്. ഇവളെ വിടുന്ന അത് ആലോചിച്ചിട്ട് ഇവനെ ഫേസ് ചെയ്യാനേ ആവുന്നില്ല. പെട്ടെന്ന് ഇവളെ അങ്ങനെ ചെയ്തു പോയതാണല്ലോ, വേറെ നിവർത്തിയില്ലാതെ. അപ്പൊ ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ആ ഒരു നെതർ ബീസ്റ്റുകളെ വളർത്താൻ വേണ്ടി ബായിയെ ഹെൽപ്പ് ചെയ്തത് സൂമിങ് ആയിരുന്നു എന്ന കാര്യം. എന്നാൽ ശരിക്കും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സൂമിങ് കാരണമാണല്ലോ ഇയാളുടെ കസിൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഭയങ്കരമായിട്ട് ഇവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. അവളുടെ ഒരു മരണ വാർത്ത അറിഞ്ഞ് എന്റെ കസിൻ നിന്നെ രക്ഷപ്പെടുത്തുന്ന വഴിക്കാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പൊ ഇവനാണെങ്കിൽ ഇയാളോട് തന്റെയും മരണം വിധിച്ചോളാനായിട്ട് പറയുന്നു. അപ്പോൾ ഇയാള് എന്റെ കസിൻ മരിച്ചു, നിന്റെ ജീവൻ എടുത്തതുകൊണ്ട് അവള് തിരിച്ചു വരോ? ഒരിക്കലും ഇല്ല, അതുകൊണ്ട് നിന്റെ ലൈഫ് തീർന്നു, ഇനി നീ ജീവിക്കാൻ പോകുന്നത് വംശത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ഇന്ന് കാണുന്ന, അതായത് പൂർണ്ണമായിട്ടും അയാളുടെ ഒരു ആളാക്കി മാറ്റിയത്, തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത്. പക്ഷേ ഇപ്പോൾ അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പെട്ടെന്ന് സൂമിങ് ആണെങ്കിൽ ഇവരെ ആക്രമിക്കാനായിട്ട് അവന്റെ ശക്തിയും കൊണ്ട് എത്തുകയാണ്. അവൻ ഫസ്റ്റ് ഉന്നം നിൽക്കുന്നത് മിങ്ങിയാണ്. ഇവളെ കൊല്ലാനാണ് ഇവൻ വരുന്നത്. പക്ഷെ ജി ആണെങ്കിൽ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കാണ്. പക്ഷെ അധിക സമയം ജിക്ക് അവനോട് പിടിച്ചു നിൽക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവനും, കണ്ടില്ലേ, നീ എന്റെ മായാലോകത്ത് കയറി പറ്റിയെങ്കിലും പ്രീഷ്യസ് ഓർമ്മകൾ കണ്ടെത്തിയെങ്കിലും ഇതെന്റെ സ്ഥലമാണ്, ഞാൻ അവൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ലോകമാണിത്, അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും നിനക്ക് എന്നോട് പിടിച്ചു നിൽക്കാനാവില്ല. ഫോക്സ് വംശത്തിൽപ്പെട്ട വ്യക്തിയോട് നിനക്ക് ഒരിക്കലും നിന്റെ സ്പിരിച്വൽ പവർ കൊണ്ട് പിടിച്ചു നിൽക്കാനേ ആവില്ല, എനിക്കെതിരെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് നേരെ വീണ്ടും പവർ യൂസ് ചെയ്യാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് മിങ്ങിയാണെങ്കിൽ ഇവൻ മുന്നേ തന്നെ ഷിൻലുവിന് ഒരു കർച്ചീഫ് നൽകിയിരുന്നല്ലോ, അതെടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങള് നിന്റെ മായാലോകത്തെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകൾ കണ്ടു. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് എപ്പോഴും ഷിൻലുവിനെ നിന്റെ കൊട്ടാരത്തിൽ മാത്രം അടച്ചിട്ടിരിക്കുന്നത്?
അവളെ സ്വന്തം ശരീരം പോലും നിനക്ക് വേണ്ടി കീറി മുറിച്ചു. അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? വേറെ എന്തെങ്കിലും സത്യം അറിഞ്ഞിരിക്കുന്നുണ്ടോ? അവള് ശരിക്കും നിന്നോടൊപ്പം ഹാപ്പി ആയിരുന്നോ? നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് യഥാർത്ഥ സ്റ്റോറി മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഞാനൊന്നും മറക്കുന്നില്ല, അതിനപ്പുറം ഒന്നുമില്ല, മിണ്ടി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരെ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോഴും ഇവള് വിടുന്നില്ല. എന്തുകൊണ്ടാണ് നീ ഞങ്ങളുടെ ക്വസ്റ്റിന് പേടിക്കുന്നത്? അവള് നിന്റെ കൂടെ ഹാപ്പി ആയിരുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവൾ എന്നോടൊപ്പം ഹാപ്പി ആയിരുന്നു എന്ന് ആവർത്തിച്ചിട്ട് അവളെ ഒരു തവണ ബൈ യൂസ് ചെയ്തിട്ടുണ്ട്. പുറമെ അറിയപ്പെടുന്നത് അയാൾ നല്ലൊരു വ്യക്തിയാണെങ്കിലും അവൾക്ക് അയാളെ അറപ്പായിരുന്നു. ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടാണ് അവൾക്ക് വേണ്ടി ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവളെ കല്യാണം കഴിച്ചു തരുമ്പോൾ അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് അയാൾക്ക് വേണ്ടി നെതർ ബീസ്റ്റുകളെ വളർത്തി കൊടുക്കാനായിരുന്നു. ഞാനും അത് സമ്മതിച്ചിട്ടാണ് അവൾക്ക് വേണ്ട ഫ്രീഡം അവളെ വിവാഹം കഴിച്ച് നേടിക്കൊടുത്തത്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ച് അവളുടെ കല്ലറയ്ക്ക് അടുത്തേക്ക് പോവുകയാണ്. ഇവന്റെ വൈഫ് എന്ന പട്ടം നൽകി തന്നെയാണ് അവിടെയും അവളെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവൻ പറയുന്നത് കേട്ട് അപ്പൊ ജി ആണെങ്കിൽ ഇവനോട് ഞാനത് വിശ്വസിക്കുന്നില്ല. നീ അവൾക്ക് ഫ്രീഡം നേടിക്കൊടുക്കാനാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതെങ്കിൽ എന്തിനാ പിന്നെ നീ അവളെ വിവാഹം കഴിച്ചത്? അവളെ നിന്റെ തടവറയിലാക്കിയത് അതിനാണോ നീ ഫ്രീഡം എന്ന് വിളിക്കുന്നത്? അവളെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്തി വിടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്തോ വാദിച്ച് നിൽക്കാൻ വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ സൂമിങ് അവള് നിന്നോടൊപ്പം നിന്ന ഓരോ ദിവസവും അവൾക്ക് കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നീ ഇപ്പോഴും പേടിച്ച് വെറും യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നുണകളാൽ കെട്ടിപ്പടുത്ത ലോകത്താണ് എന്ന് പറയുമ്പോൾ ഇവനത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഒരിക്കലുമല്ല, അതങ്ങനെയല്ല. നിങ്ങളാണ് ഷിൻലുവിനെ എന്നോടുള്ള സ്നേഹത്തെ സംശയിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഫുള്ള് റെഡ് മയമാവാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവന്റെ ആ ഒരു ബോഡി ഫുള്ള് മാറിയിട്ട് ഉടനെ തന്നെ അവന്റെ ഫുള്ള് ശക്തി യൂസ് ചെയ്ത് ഇവൻ നേരെ ജീബോസായുടെ ദേഹത്തേക്ക് കയറുകയാണ്. വെറും സെക്കൻഡ്സുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ജീബോസായുടെ ആ ഒരു ശരീരവും മൈൻഡും ഒക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് സൂമിംഗ് ആണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അടുത്ത വീഡിയോയിലൂടെ അറിയാം.